1979 നവംബർ 20 ലോക മുസ്ലിമീങ്ങളെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു ദിവസമായിരുന്നു അത്. ലോക മുസ്ലിമീങ്ങൾ വളരെയധികം പരിഭവനമായി കാണുന്ന അള്ളാഹുവിന്റെ ആദ്യത്തെ ഭവനമായ പരിശുദ്ധ കാബ ആക്രമിക്കപ്പെട്ട ദിവസം. തവാഫുകളും നിസ്കാരങ്ങളും പ്രാർത്ഥനകളുമില്ലാതെ 2 ആഴ്ചയോളം ആ പരിശുദ്ധ ഹറം ചുറ്റുമുള്ള ഭാഗങ്ങളും അടയ്ക്കപ്പെട്ടിരുന്നു. അവിടേക്ക് വന്ന നിരവധി ഹാജിമാർ തടവിലാക്കപ്പെട്ടു. അതിൽ കുറേയധികം ആളുകൾ കൊല്ലപ്പെട്ടു. ആ ഒരു സംഭവം 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ അടയാളമായി പറഞ്ഞ ഒരു പ്രവചനം കൂടി പുലർന്ന ഒരു സംഭവമായിരുന്നു. ലോകാവസാനത്തിന് മുമ്പ് താനാണ് ഇമാം മഹദി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിരവധി ആളുകൾ രംഗത്ത് വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു മനുഷ്യൻ 1979 നവംബർ 20 പരിശുദ്ധ മക്കയിലേക്ക് കടന്നു വന്നുകൊണ്ട് താനാണ് ഇമാം മഹദി എന്ന് അവകാശപ്പെടുകയുണ്ടായി. അറിയണം നാം ഓരോരുത്തരും ആ സംഭവത്തെക്കുറിച്ച്. നമുക്കറിയാം, ലോകാവസാനത്തിന് മുമ്പ് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രവചനങ്ങളിലൊന്നാണ് ഇമാം മഹദിയുടെ ആഗമനമെന്ന് പറയുന്നത്. ഇമാം മഹദി കടന്നു വരുമെന്നുള്ളത്. എന്നാൽ ലോക മുസ്ലിമീങ്ങൾ കാത്തിരിക്കുന്ന ഇമാം മഹദി ഒരിക്കലും മറ്റുള്ളവരോട് പറയുകയില്ല ഞാനാണ് ഇമാം മഹദി എന്നുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ താനാണ് ഇമാം മഹദി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ആളുകൾ കടന്നു വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പറഞ്ഞു വച്ചിട്ടുണ്ട്. അത്തരത്തിലായിരുന്നു 1979 നവംബർ 20 ജുഹൈമൻ അൽ ഒത്തൈബി എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിന്റെ സഹോദരനായ അബ്ദുള്ള അൽ കഹത്താനിയും കൂടി താനാണ് ഇമാം മഹദി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഹറം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. 500ഓളം സംഘവുമായി പരിശുദ്ധ ഹറമിലേക്ക് എത്തിയ ജുഹൈമിൻ അൽ ഒത്തൈബിയുടെയും സംഘത്തിന്റെയും ആ ഒരു ആക്രമണം ഇസ്ലാമിക ലോകത്തെ വല്ലാതെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു. പതിവുപോലെ എന്നും പരിശുദ്ധ ഹറമിൽ സുബഹി നിസ്കാരത്തിനായി ഇമാമും അതോടൊപ്പം മറ്റുള്ള ആളുകളും തയ്യാറാവുകയാണ്. അങ്ങനെ നിസ്കാരത്തിനായി തയ്യാറായി നിൽക്കുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് പിന്നിൽ നിന്നും ജുഹൈമൻ അൽ ഒത്തൈബി എന്ന് പറയുന്ന മനുഷ്യൻ മുന്നിലേക്ക് ഓടി വരികയും അവിടെ നിസ്കാരത്തിനായി നേതൃത്വം കൊടുക്കാൻ നിന്നിരുന്ന ഇമാമിനെ തള്ളിമാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു മൈക്ക് പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അദ്ദേഹം താനാണ് ഇമാം മഹദി എന്ന് അവിടെയുള്ള ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ജുഹൈമിൻ അൽ ഒത്തൈബിയുടെ ആ വാക്ക് കേട്ട് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും സ്തംഭിച്ചു നിൽക്കുകയാണ്. എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞത് എന്ന് ആലോചിച്ചുകൊണ്ട്. ഈ ഒരു സംഭവത്തിന് ശേഷം പരിശുദ്ധ ഹറമും പരിസരങ്ങളും 2 ആഴ്ചയോളം ഉപരോധത്തിലേർപ്പെട്ടു. അത്രയ്ക്കും വലിയ പ്രശ്നങ്ങളായിരുന്നു അവിടെ അന്ന് നടന്നിരുന്നത്. കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഈ സംഘം അവിടേക്ക് എത്തിയത്. ഈ ഒരു സംഭവം നടക്കുന്നതിന് ഏകദേശം 1 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എങ്ങനെ കൃത്യമായി പരിശുദ്ധ മക്കയെ ആക്രമിക്കാമെന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ആ സംഘം അവിടേക്ക് എത്തിയത്. അവർ വെറും കൈയോടുകൂടിയായിരുന്നില്ല വന്നത്. നിറയെ തോക്കുകളും ആയുധങ്ങളുമായിട്ടായിരുന്നു അവർ അതിനകത്തേക്ക് കടന്നത്. മയ്യത്തുപെട്ടിയിൽ ആരും കാണാതെയായിരുന്നു ആ തോക്കുകളും ആയുധങ്ങളും അവർ അതിനുള്ളിലേക്ക് കടത്തിയത്. താൻ ഇമാം മഹദിയാണെന്നുള്ള വാദമായിരുന്നു ജുഹൈമിൻ അൽ ഒത്തൈബി അവിടെയുള്ള ജനങ്ങളോട് ആവശ്യപ്പെട്ടത്. താനാണ് ഇമാം മഹദിയെന്നും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എന്നെ പിന്തുടരണമെന്നും ഞാൻ പറഞ്ഞത് അനുസരിക്കണമെന്നും ആ മനുഷ്യൻ അവിടെ നിന്നും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം സൗദി ഗവൺമെന്റ് പാകിസ്ഥാനിന്റെയും അതോടൊപ്പം ഫ്രഞ്ച് കമാൻഡോസുകളുടെയും സഹായത്തോടുകൂടി 2 ആഴ്ചയോളം നീണ്ടുനിന്ന വലിയ ശക്തമായ പോരാട്ടത്തിനൊടുവിലാണ് ആ സംഘത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും പരിശുദ്ധ ഹറം പരിസരങ്ങളും തിരിച്ചുപിടിച്ചത്. ആ സമയത്ത് പരിശുദ്ധ ഹറമിലേക്ക് ഹജ്ജ് കർമ്മത്തിനായി എത്തിയ നിരവധി ആളുകളുണ്ടായിരുന്നു. ഈ 2 ആഴ്ചയോളം നടന്ന ഈ പോരാട്ടത്തിനൊടുവിൽ ഹജ്ജ് കർമ്മത്തിനായി എത്തിയതിൽ നിരവധി ആളുകൾ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. അതോടൊപ്പം മറ്റുള്ള നിരവധി ആളുകളെ അവർ തടവിലാക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് 2 ആഴ്ചയോളം നീണ്ടുനിന്ന ആ പോരാട്ടത്തിനൊടുവിൽ ഈ ഒരു സംഘത്തിൽ നിന്നും സൗദി ഗവൺമെന്റ് പരിശുദ്ധ ഹറം പരിസരങ്ങളും ഒരു കേടുപാട് പോലും ഇല്ലാതെ തിരിച്ചുപിടിക്കാൻ സാധിച്ചത്. അതിനുശേഷം പരിശുദ്ധ ഹറം പരിസരങ്ങളും വൃത്തിയാക്കി 2 ആഴ്ചയോളം നീണ്ടുനിന്ന ആ ഉപരോധങ്ങളൊക്കെ മാറി പഴയതുപോലെയാവുകയും ചെയ്തു. ആ ഒരു ആക്രമണത്തിൽ അബ്ദുള്ള അൽ കഹത്താനി കൊല്ലപ്പെട്ടു. കൂടെയുണ്ടായിരുന്ന ജുഹൈമിൻ അൽ ഒത്തൈബിയും അതോടൊപ്പം 67 സംഘത്തെയും അവർ ജീവനോടെ പിടികൂടി. അതിനുശേഷം എല്ലാവരുടെയും ശിരസ്സുകൾ വെട്ടിമാറ്റാൻ സൗദി ഭരണകൂടം വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. അതിന്റെ ഭാഗമായി എല്ലാവരുടെയും ശിരസ്സുകൾ വെട്ടിമാറ്റി. നജിദിലെ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഒരു കുടുംബത്തിലെ വ്യക്തിയായിരുന്നു ജുഹൈമിൻ അൽ ഒത്തൈബി. തന്റെ സ്വന്തം സഹോദരനായ അബ്ദുള്ള അൽ കഹത്താനിയായിരുന്നു ജുഹൈമിൻ അൽ ഒത്തൈബി ഇമാം മഹദിയാണെന്ന് പ്രഖ്യാപിച്ചത്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ നിന്നാണ് ഇമാം മഹദി കടന്നുവരിക എന്ന്
ഹദീസുകളിലൂടെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇമാം മഹദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കുമെന്നും പിതാവിൻ്റെ പേര് അബ്ദുള്ളയായിരിക്കുമെന്നും 14 സംവത്സരങ്ങൾക്ക് മുമ്പേ തന്നെ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി പഠിപ്പിച്ചു വെച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ വിശ്വാസ്യതയുണ്ടാകാൻ വേണ്ടി തൻ്റെ പേര് മുഹമ്മദാണെന്നും തൻ്റെ പിതാവിൻ്റെ പേര് അബ്ദുള്ളയാണെന്നും തൻ്റെ അനുയായികളോട് അവൻ മുൻകൂട്ടി തന്നെ നേരത്തെ പറഞ്ഞു വെച്ചു. നിലവിലുള്ള സൗദിയിലെ രാജവാഴ്ച അവസാനിപ്പിക്കണമെന്നും അബ്ദുള്ള അൽ ഖഹത്താനിയെ ഇമാം മഹദിയായി പ്രഖ്യാപിച്ചുകൊണ്ട് അയാളെ പിൻപറ്റണമെന്നുള്ള അവകാശമായിരുന്നു അവർ മുന്നോട്ട് വെച്ചത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മയ്യത്ത് പെട്ടികളിൽ കൊണ്ടുവന്ന ആയുധങ്ങളേന്തിയ ആ സംഘം അവർ പരിശുദ്ധ കാബ പിടിച്ചടക്കിയ ആദ്യ ദിവസം തന്നെ മസ്ജിദുൽ ഹറം പരിസരം ചുറ്റുമുള്ള എല്ലാ വാതിലുകളും ചങ്ങല കൊണ്ട് പൂട്ടിയിട്ടു. അവിടെ കാവലിനുണ്ടായിരുന്ന 2 ആളുകളെ കൊലപ്പെടുത്തുകയും ഹജ്ജ് കർമ്മത്തിനായി എത്തിയ നിരവധി ആളുകളെ അവർ അന്ന് തടവിലാക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ നിസ്കാരങ്ങളും തവാഫുകളും പ്രാർത്ഥനകളും ഇല്ലാതെ 2 ആഴ്ചയോളമായിരുന്നു പരിശുദ്ധ ഹറമും പരിസരവും പൂട്ടിയിട്ടിരുന്നത്. നോക്കൂ, ആരാണ് ഇമാം മഹദി എന്നും ഇമാം മഹദി എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്നും എന്തിനേറെ ഇമാം മഹദിയുടെ രൂപസാദൃശ്യം പോലും 14 സംവത്സരങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായി നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്. ദീനിന്റെ വിധിവിലക്കുകൾ കൃത്യമായി അറിയാവുന്ന വളരെയധികം സുന്ദരനായ മുഖത്ത് ശാന്തതയും ഗാംഭീര്യവും പ്രസരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇമാം മഹദി എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. ലോകാവസാനത്തിന്റെ അടയാളമായി നീതിമാനായ ഒരു ഭരണാധികാരി കടന്നുവരുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിക്കുമ്പോൾ അവസാന നാളിൽ കടന്നുവരുന്ന ആ നീതിമാനായ ഭരണാധികാരിയുടെ പേരാണ് ഇമാം മഹദി. ഇമാം മഹദിയുടെ ആഗമനം നീതിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ്. മുസ്ലിം സമൂഹത്തിന്റെ ഏകീകരണത്തിന് ഇമാം മഹദിയുടെ ആഗമനം കൊണ്ട് സാധിക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ലോകം തിന്മയുടെയും അനീതിയുടെയും പാരമ്യതയിൽ നിൽക്കുന്ന സമയത്താണ് ഇമാം മഹദി കടന്നുവരുന്നത്. അന്യായവും അനീതിയും നിറഞ്ഞ ഈ ഭൂമിയിൽ ഇമാം മഹദി നീതിയും ന്യായവും കൊണ്ട് നിറയ്ക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽ നിന്നാണ് ഇമാം മഹദി കടന്നുവരുന്നത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്നും ഒരാൾ അധികാരമേൽക്കുന്നതുവരെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. അദ്ദേഹത്തിന്റെ പേര് എന്റെ പേരിനോട് ഒത്തുവരും. ഈ ഒരു ഹദീസിൽ നിന്നും ഇമാം മഹദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, നബി തങ്ങളുടെ പേരുകൂടിയായിരിക്കും ഇമാം മഹദിക്ക്. അതായത് ഇമാം മഹദിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും. ഇമാം മഹദിയുടെ ഉപ്പയുടെ പേര് നബി തങ്ങളുടെ ഉപ്പയുടെ പേര് പോലെ അബ്ദുള്ള എന്നായിരിക്കും. ഇമാം മഹദിയുടെ മുഖസാദൃശ്യത്തെക്കുറിച്ച് വ്യക്തമായി അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇമാം മഹദിക്ക് വിശാലമായ നെറ്റിയും നീണ്ട മൂക്കുമാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഒരു ഭരണാധികാരിയുടെ മരണശേഷം തർക്കമുണ്ടാകും. ആ സമയത്ത് ഒരു വലിയ പട്ടണത്തിൽ നിന്നൊരാൾ പരിശുദ്ധ മക്കയിലേക്ക് പോകും. ഹജറുൽ അസ്വദിന്റെയും മഖാമു ഇബ്രാഹിമിന്റെയും ഇടയിൽ വെച്ചുകൊണ്ട് നിർബന്ധപൂർവം ഇദ്ദേഹത്തെ ബൈഅത്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇമാം മഹദി താനാണ് സ്വയം ഇമാം മഹദി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരിക്കലും രംഗത്ത് വരികയില്ല ചെയ്യുന്നത്. മക്കയിലെ രാജാവിന്റെ മരണശേഷം അവിടെ തർക്കമുണ്ടാവുകയും വൈകാതെ അവിടുത്തെ ഭരണകൂടം തകർന്നടിയുകയും ചെയ്യും. ശേഷം മക്കയിലെ, ഇറാഖിലെ എന്നും യമനിലെ എന്നും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ചേർന്ന ഇമാം മഹദിയെ നിർബന്ധപൂർവ്വം ഭരണാധികാരിയാക്കുകയും ചെയ്യും. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന മറ്റൊരു കാര്യം, ഈ സംഭവത്തിന് മുമ്പ് മഹദി ഒരിക്കലും മഹദിവാദം ഉന്നയിക്കില്ല എന്നാണ്. പ്രവൃത്തിയിലൂടെയാവും ജനങ്ങൾ മഹദിയെ തിരിച്ചറിയുക. അങ്ങനെ നീണ്ട 7 വർഷത്തോളം അദ്ദേഹം ഭരണം നടത്തുകയും ചെയ്യും. ഇതാണ് ഇമാം മഹദിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ. ഇതിൽ ചില കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു വച്ചിട്ടുള്ളത്. ഇമാം മഹദിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പരിചയപ്പെടാം.